ഇന്ന് വിവിയുടെ മമ്മി കോയമ്പത്തൂരിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മൾ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ എപ്പോഴൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മമ്മിയും ഡാഡിയും കൂടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് വിവിയുടെ വീട്ടിലേക്ക് പോയത് കല്യാണത്തിന് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ മമ്മി എനിക്ക് ഉണ്ടാക്കിയത് മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ കറിയും അതുപോലെ ചിക്കൻ ലെഗ് ഫ്രൈയും പിന്നെ രസമായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ മട്ടൻ കറിയും പിന്നെ രസവും കൂടെ കുടിക്കും. അന്ന് മുതൽ മട്ടനും രസവും എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം മമ്മി ഉണ്ടാക്കുന്ന മട്ടൻ കറി നോക്കി പഠിച്ചതുകൊണ്ട് തന്നെ മട്ടൻ കറിയിലേക്ക് വലിയ ടഫ് ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡാഡിയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫിഷ് കറിയാണ്. ഡാഡി നാഗർകോവിലായതുകൊണ്ട് തന്നെ ഡാഡിക്ക് ഫേവറേറ്റ് ഐറ്റം ഫിഷ് കറി ആയതുകൊണ്ട് അപ്പോൾ ഫിഷും കൂടെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു ഫിഷും മട്ടനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വിവീനെ പറഞ്ഞു വിട്ടിട്ട് നോക്കിയപ്പോഴേക്കും ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ മീൻ വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് മട്ടനും ചിക്കനും രസവും വെക്കാമെന്നുള്ള പ്ലാനിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ അതുപോലെ ചിക്കൻ ലെഗ് ഫ്രൈയും പിന്നെ രസം എന്ന് പറയുന്നത് തക്കാളി രസം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് ആകെ ഒരു രസത്തിൻ്റെ റെസിപ്പി അറിയുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് തക്കാളി രസം എന്ന് പറയുന്നത്. അതും പിന്നെ മട്ടൻ ഗ്രേവി പിന്നെ മമ്മിയുടെ കണ്ട് പഠിച്ചൊരു ഐറ്റമാണ് മട്ടൻ ഗ്രേവി. അങ്ങനെ ഇത് രണ്ടും പിന്നെ ചിക്കൻ ഫ്രൈ അതും മമ്മിയുടെ തന്നെ ഐറ്റമാണ്. കാരണം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അക്കയുണ്ട് വൈതാക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ അക്കയുടെ അപ്പം ഉണ്ടാക്കുന്ന ഒരു പൊടിയുണ്ട്. ആ പൊടി വെച്ചിട്ടാണ് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് അത് മമ്മിയാണ് വാങ്ങി ട്രൈ ചെയ്തത്. പിന്നെ അത് ഞാൻ എപ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും പളനി പോകുമ്പോഴൊക്കെ അത് വാങ്ങിച്ചുകൊണ്ട് വരും. അത് ആ പൊടിയിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ്. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ചിക്കൻ കറിയും ചിക്കൻ ബിരിയാണി അല്ലാതെ വേറെ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയാത്ത ഞാനായിരുന്നു. ഇപ്പം ഇതിനോടുള്ളൊക്കെ ഒരു ഭയങ്കരമായ ഇഷ്ടവും ഫുഡ് ഉണ്ടാക്കാനുള്ള ഇഷ്ടവും ആർക്കെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ കൊണ്ട് എന്നും മോസ്റ്റ്ലി ആരെങ്കിലും വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇവിടെ ഏകദേശം എൻ്റെ മട്ടൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ രസത്തിന് ആദ്യം തന്നെ തക്കാളി വേവിച്ച് വയ്ക്കണം. അത് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഞാൻ അതിന് പുളിയൊക്കെ ഒഴിച്ച് ഇത് ചെയ്തു. ഇപ്പോൾ രസത്തിനേക്കുള്ള വറവ് ഇടുന്ന സാധനങ്ങളൊക്കെ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ എൻ്റെ മട്ടൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിയും പിന്നെ ചിക്കൻ ഫ്രൈയും അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കുക. കാരണം ചൂടോടെ ചോറും അതുപോലെ ഫ്രൈ ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ചൂടോടെ കഴിക്കണമെന്നൊരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ അവർ വരുകയും ചെയ്തു, ഇതൊക്കെ കഴിക്കുകയും ചെയ്തു കേട്ടോ. ഫസ്റ്റ് തന്നെ ഡാഡിക്ക് മട്ടൻ കറി എന്ന് കേട്ടപ്പോൾ ഈശ്വര ഇവളുണ്ടാക്കി അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഡാഡിയുടെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. മമ്മിയും ഡാഡിയും പറഞ്ഞു എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അവരെ ഡയറക്റ്റായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് അടിപൊളി കറിയായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.